ഇന്ന് ഇസ്രായേലിൽ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയില്ലേ. പക്ഷെ എനിക്ക് ഒരു കാര്യത്തിൽ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. സംഭവം എന്താണെന്നറിയോ, ഇവിടെ ഉണ്ടായിരുന്ന ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യാനിരുന്ന പാസഞ്ചേഴ്സ് ഇല്ലേ, ആ പാസഞ്ചേഴ്സിന് മൊത്തം എത്തിഹാദിന്റെ ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്ത് കൊടുത്തു എയർ ഇന്ത്യക്കാർ തന്നെ. സംഭവം കൊള്ളാം അല്ലെ? ഇത്രയൊക്കെ കേട്ടപ്പോ നിങ്ങൾക്ക് ഇപ്പം എയർ ഇന്ത്യയെ കുറിച്ച് നല്ലവനായ ഉണ്ണിയായിട്ട് തോന്നിയില്ലേ? എന്നാൽ സംഭവം അങ്ങനെ അല്ലായിരുന്നു. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എയർ ഇന്ത്യക്ക് ഇവിടെ ലാൻഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എയർ ഇന്ത്യക്ക് ഉള്ള സ്റ്റേഷൻ അല്ലെ നെക്സ്റ്റ് സ്റ്റേഷൻ എന്ന് പറയുന്ന നെക്സ്റ്റ് എയർപോർട്ട് നിയറസ്റ്റ് ആയിട്ടുള്ളതും എയർ ഇന്ത്യക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു എയർപോർട്ട് എന്ന് പറയുന്നത് അബുദാബി എയർപോർട്ട് ആയിരുന്നു. അപ്പോൾ അബുദാബി എയർപോർട്ടിലേക്ക് ഇവർ കണ്ടിന്യൂ ഫ്ലൈ ചെയ്ത് അവിടുന്ന് റീഫിൽ ചെയ്യണമായിരുന്നു, അതായത് റീഫ്യൂവൽ ചെയ്യണമായിരുന്നു. പുറകെ തന്നെ എത്തിഹാദിന്റെ ഫ്ലൈറ്റ് അബുദാബിയിലേക്ക് തെലവീവിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്തു, ഈ ബാക്കിയുള്ള ആൾക്കാർക്ക് അബുദാബിയിലേക്ക് അല്ലെങ്കിൽ എത്തിഹാദിലേക്ക് മാറ്റിക്കൊടുത്ത് അവിടുന്ന് എയർ ഇന്ത്യയിൽ കണക്ട് ചെയ്യുന്ന രീതിയിലേക്കാണ് ആളുകളെ കൊണ്ടുപോയത്. സംഭവം എന്തായാലും കൊള്ളാം. എയർ ഇന്ത്യ ഇതുപോലെ വളരെ കുറച്ച് സമയങ്ങളിലേ ഇതുപോലെയൊക്കെ റെസ്പോണ്ട് ചെയ്തിട്ടുള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് മിക്കവാറും എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയി, പിന്നെ ആൾക്കാർ വേറെ ഫ്ലൈറ്റ് എടുത്ത് പോകേണ്ട ഒരു സാഹചര്യമായിരുന്നു. പക്ഷെ എയർ ഇന്ത്യ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തു. അത് അവരുടെ വെബ്സൈറ്റിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവരുടെ വെബ്സൈറ്റിൽ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയും തുടർന്നുള്ള ഫ്ലൈറ്റുകൾ വേറെ വരുന്ന 2 ദിവസത്തേക്കുള്ള കണക്ഷനുകൾ അവർ വേറെ സ്കെഡ്യൂളുകളിൽ മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ ഫുൾ ഫ്രീ റീഫണ്ട് ആയിട്ട് ഫുൾ റീഫണ്ട് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ എത്രയാണോ റീഫണ്ട് എമൗണ്ട് വരുന്നത് ഫുള്ളായിട്ട് റീഫണ്ട് ചെയ്ത് കൊടുക്കാവുന്ന രീതിയിലേക്ക് എയർ ഇന്ത്യ ഏറ്റെടുത്തിട്ടുണ്ട്. അതെന്തായാലും എയർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു തീരുമാനമാണ്. ചുമ്മാ പോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.